ലോക കേരള സഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗൾഫിലെ ഏറ്റവും വലിയ ഇന്ത്യൻ അസോസിയേഷനായ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് രംഗത്ത്. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ലോക കേരള സഭ വഴി പ്രവാസികൾക്ക് നിരാശ മാത്രമാണ് ലഭിച്ചതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര പറഞ്ഞു. അതിനാലാണ് താൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കാതെ ബഹിഷ്കരിച്ചതെന്നും നിസാർ വ്യക്തമാക്കി. ദുബായിൽ ജയ്ഹിന്ദ് TV മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ചുമാന നൽകിയ പ്രത്യേക അഭിമുഖത്തിലേക്ക്. പ്രവാസികൾക്കായി ലോക കേരള സഭ നടക്കുമ്പോൾ ഗൾഫിലെ ഏറ്റവും വലിയ പ്രവാസി അസോസിയേഷനായ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് നിസാർ തളങ്കര നമ്മുടെ ഒപ്പം ചേരുകയാണ്. നമസ്കാരം, ജയ്ഹിന്ദ് TVയിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താണ് പ്രസിഡന്റ് ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നില്ലേ? സാധാരണഗതിയിൽ എല്ലാ പ്രവാസ സമ്മേളനങ്ങളിലും വളരെ നല്ല രീതിയിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ് പ്രവാസികൾ, പ്രത്യേകിച്ച് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ആയാലും KMCC ഒക്കെ ആയാലും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ കഴിഞ്ഞ ഇതിലൊക്കെ ഞങ്ങൾ KMCCയും അസോസിയേഷനൊക്കെ സജീവമായി പങ്കെടുത്തിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. ഞങ്ങളെന്ന് വെച്ചാൽ KMCCയും പിന്നെ അസോസിയേഷൻ്റെ ചില ആൾക്കാരും പങ്കെടുക്കുന്നില്ല. നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നമ്മളൊരു കഴിഞ്ഞ വർഷം നടന്ന ഒരു സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു സ്കോർ കാർഡ് ഉണ്ടാക്കണം. ആ സ്കോർ കാർഡിൽ കഴിഞ്ഞതിൽ പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കണം. അങ്ങനെ നോക്കിയാൽ ഞങ്ങൾക്ക് വലിയ നിരാശയുണ്ട്. ആ നിരാശയുടെ കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കുറച്ചുപേർ അതിൽ നിന്ന് മാറുന്നത്. കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇനി ഏത് ഗവൺമെൻറ് വന്നാലും, ഇനിയിപ്പോൾ അടുത്ത ഒരു UDFൻ്റെ ഒരു മേഖലയിലേക്കാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ റിസൾട്ട് വളരെ പോസിറ്റീവായിരുന്നു. അങ്ങനെ വരുമ്പോൾ എങ്ങനെയായിരിക്കണം ഇത് എന്നുള്ളതിൻ്റെ ഒരു വലിയ ഒരു അജണ്ട ഞങ്ങളുടെ കയ്യിലുണ്ട്. നമുക്ക് ഗവൺമെൻറ് കൊടുക്കാൻ പറ്റും ഇതെങ്ങനെയായിരിക്കണം നടത്തേണ്ടത്. ഈ ലോക കേരള സഭ നിഷ്പക്ഷമാണെന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ കേൾക്കുന്നത് അതിനകത്ത് ഒരുപാട് പേരെ ക്ഷണിതാക്കളായും പ്രത്യേക ക്ഷണിതാക്കളായും ഉൾപ്പെടുത്തിക്കൊണ്ട് CPM കുത്തിനിറച്ചാണ് മറ്റു സംഘങ്ങൾ ആരോപിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെയായി മാറുന്നു? ഇങ്ങനെയായിരുന്നോ സഭ മാറേണ്ടത്? ഇങ്ങനെ ആവേണ്ടതായിരുന്നോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ന് വെച്ചാൽ UDF വന്നാൽ എങ്ങനെ ആയിരിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ വ്യത്യസ്ത തലങ്ങളിലുള്ള എല്ലാവരും അതിൽ വേണം, അങ്ങനെ ആയിരിക്കണം അത്. പിന്നെ കുറച്ച് പേര് മാറി നിൽക്കുന്നുണ്ട്, അതിൻ്റെ കാരണം ഗവൺമെൻറ് അന്വേഷിക്കണം. ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ ഒരു സ്കോർ കാർഡിൻ്റെ ഒരു അഭാവം, ഒരു റിസൾട്ടിൻ്റെ ഒരു അഭാവം അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു മഹാപുരുഷം ആൾക്കാരും കുറേ ആൾക്കാർ മാറുന്നത്. അപ്പോൾ സഭ തിരുവനന്തപുരത്ത് നടക്കുമ്പോഴും കടൽ കടന്ന് പ്രവാസ ലോകത്തും വിവാദം ആളിക്കത്തുകയാണ്. ദുബായിൽ നിന്നും ക്യാമറമാൻ ധനേഷിനൊപ്പം എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്.